BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ പുതിയ സ്മാർട്ട് ID കാർഡുകൾ വരുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യകൾക്കും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി രൂപകൽപ്പന ചെയ്ത സുരക്ഷാ ഫീച്ചറുകളുള്ള പുതിയ സ്മാർട്ട് കാർഡുകൾ ബഹ്റൈനിൽ പൊതുജനങ്ങൾക്കായി ഉടൻ വിതരണം ചെയ്യും. ID കാർഡുകൾ ഉടൻ പുതുക്കാൻ ഉദ്ദേശിക്കുന്ന പൗരന്മാരും താമസക്കാരും അവരുടെ നിലവിലെ കാർഡ് കാലഹരണപ്പെടുന്നതുവരെ കാത്തിരിക്കാൻ ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റി നിർദ്ദേശിക്കുന്നു. ഹിസ് ഹൈനസ് ഷെയ്ഖ് സുൽത്താൻ ബിൻ ഹമദ് അൽ ഖലീഫ ഗോൾഫ് ചാമ്പ്യൻഷിപ്പിന്റെ 8ാം പതിപ്പിന് ബഹ്റൈൻ ഗോൾഫ് ക്ലബ് ശനിയാഴ്ച ആതിഥേയത്വം വഹിക്കും. മികച്ച പ്രാദേശിക ഗോൾഫ് കളിക്കാരെ ആകർഷിക്കുന്ന ഈ ടൂർണമെന്റ് ബഹ്റൈനിലെ പ്രമുഖ കായിക ഇനങ്ങളിൽ ഒന്നാണ്. ബഹ്റൈൻ ഗോൾഫ് ക്ലബിന്റെ പ്രസിഡന്റ് ലഫ്റ്റനന്റ് ജനറൽ തിയാബ് ബിൻ സക്കർ അൽ നുഐമി ബഹ്റൈനിലെ സ്പോർട്സിംഗ് പ്രത്യേകിച്ച് ഗോൾഫിന് നൽകിയ പിന്തുണ ഉയർത്തിക്കാട്ടി സ്പോൺസർഷിപ്പിന് HH ഷെയ്ഖ് സുൽത്താൻ ബിൻ ഹമദ് അൽ ഖലീഫയോട് നന്ദി പറഞ്ഞു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ നാഷണൽ മീഡിയ ഓഫീസ് ചെയർമാൻ ഷെയ്ഖ് അബ്ദുള്ള ബിൻ മുഹമ്മദ് ബിൻ ബുട്ടി അൽ ഹമദ് മുഹറക്കിലെ പോളിംഗ് പാത്ത് സന്ദർശിച്ചു. വാർത്താ വിതരണ മന്ത്രി ഡോക്ടർ റംസാൻ ബിൻ അബ്ദുള്ള അൽ നൊയ്മി, ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ, ബഹ്റൈൻ ചെയർമാൻ ഷെയ്ഖ് ഖലീഫ ബിൻ അബ്ദുള്ള അൽ ഖലീഫ എന്നിവരോടൊപ്പമാണ് UAE നാഷണൽ മീഡിയ ഓഫീസ് ചെയർമാൻ മുഹറക്കിലെ പോളിംഗ് പാത്ത് സന്ദർശിച്ചത്. ബഹ്റൈനിലെ സമ്പന്നമായ പൈതൃകവും ചരിത്രപരമായ നാഴികക്കല്ലുകളുള്ള ആഴത്തിലുള്ള ബന്ധം ചെയർമാൻ എടുത്തു പറഞ്ഞു. സാംസ്കാരിക തനിമയും ചരിത്ര പൈതൃകവും കാത്തുസൂക്ഷിക്കുന്നതിനുള്ള ബഹ്റൈന്റെ ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. ബഹ്റൈന്റെ ഭൂതകാലത്തിലെ ഒരു സുപ്രധാന കാലഘട്ടം രേഖപ്പെടുത്തുന്നതിലെ ചരിത്രവും പ്രാധാന്യവും അവലോകനം ചെയ്ത ഷെയ്ഖ് അബ്ദുള്ള ബിൻ മുഹമ്മദ് ബിൻ ബുട്ടി അൽ അഹമ്മദ് പോളിംഗ് പാത്തിലെ നിരവധി ചരിത്രപരമായ വീടുകളും സന്ദർശിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ വിനോദ് കുര്യൻ ജേക്കബിനെ നിയമകാര്യമന്ത്രിയും ആക്ടിംഗ് ലേബർ മന്ത്രിയുമായ യൂസിഫ് ബിൻ അബ്ദുൽ ഹുസൈൻ ഖലാഫ് സ്വീകരിച്ചു. വിവിധ മേഖലകളിൽ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ബഹ്റൈന്റെ പ്രതിബദ്ധത ഖലാഫ് അടിവരയിട്ടു പറഞ്ഞു. സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ബിസിനസ് സൗഹൃദ അന്തരീക്ഷത്തോടൊപ്പം തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന ബഹ്റൈനിലെ വികസിത തൊഴിൽ നിയമനിർമ്മാണവും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ അംബാസഡർ അഭിനന്ദിക്കുകയും വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിൽ ബഹ്റൈന്റെ പുരോഗതിയെയും വികസനത്തെയും അഭിനന്ദിക്കുകയും ചെയ്തു. ബഹ്റൈനിലെ തൊഴിൽ നിയമങ്ങൾ അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങളുമായി യോജിച്ചു പോകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരി 1 മുതൽ ടൂറിസം, ബിസിനസ്, ഫാമിലി സന്ദർശനങ്ങൾക്കായി 14 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ സിംഗിൾ എൻട്രി വിസകളാക്കി പരിമിതപ്പെടുത്തി സൗദി അറേബ്യ. വിസ നയം പരിഷ്കരിച്ചു. അൾജീരിയ, ബംഗ്ലാദേശ്, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാഖ്, ജോർദാൻ, മൊറോക്കോ, നൈജീരിയ, പാകിസ്ഥാൻ, സുഡാൻ, ടുണീഷ്യ, യമൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ നയം 1 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ താൽക്കാലികമായി നിർത്തിവെക്കും. നിയമവിരുദ്ധമായ ഹജ്ജ് തീർത്ഥാടനങ്ങളെ ചെറുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് മാറ്റത്തിന് പിന്നിലെ പ്രേരക ശക്തിയായി അധികാരികൾ ഉദ്ധരിച്ചത്. വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചരിത്രപരമായി ദീർഘകാല വിസയിലുള്ള ചില സന്ദർശകർ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നതിനോ ഔദ്യോഗിക ചാനലുകൾക്ക് പുറത്ത് ഹജ്ജ് നിർവഹിക്കുന്നതിനോ താമസിച്ചിട്ടുണ്ട്. ഇത് സർക്കാർ അംഗീകൃത തീർത്ഥാടകർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. സൗദി അറേബ്യ വർഷം തോറും ഹജ്ജ് തീർത്ഥാടകർക്ക് ക്വോട്ട നൽകുന്നു. തീർത്ഥാടനത്തിന് പ്രത്യേക പെർമിറ്റുകളും ആവശ്യമാണ്. വിവിധ വേദികളിലായി നടന്ന CBSE ക്ലസ്റ്റർ ബഹ്റൈൻ ചാപ്റ്റർ സ്പോർട്സ് മത്സരങ്ങളിൽ ഇന്ത്യൻ സ്കൂൾ മികവ് തെളിയിച്ചു. ചെസ്, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ് എന്നിവയിലുടനീളം സ്കൂൾ ശ്രദ്ധേയമായ വിജയം നേടിയെടുത്തു. ചെസ്സിൽ അണ്ടർ 14 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇന്ത്യൻ സ്കൂൾ 1ാം സ്ഥാനവും ചെസ് അണ്ടർ 14 ആൺകുട്ടികളുടെ ടീം 2ാം സ്ഥാനവും നേടി. കൂടാതെ ചെസ് അണ്ടർ 17 ആണ് ആൺകുട്ടികളുടെ വിഭാഗത്തിലും സ്കൂൾ ടീം 2ാം സ്ഥാനം നേടിയത്. ബാസ്കറ്റ്ബോളിൽ അണ്ടർ 19 പെൺകുട്ടികളുടെ ടീം മികച്ച പ്രകടനത്തോടെ 2ാം സ്ഥാനത്തെത്തി. ബാഡ്മിന്റൺ ടീമുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അണ്ടർ 19 ഗേൾസ് ടീം, അണ്ടർ 17 ആൺകുട്ടികളുടെ ടീം 2ാം സ്ഥാനവും നേടി. പവിഴദ്വീപിലെ തൃശ്ശൂർക്കാരുടെ കൂട്ടായ്മയായ ബഹ്റൈൻ തൃശ്ശൂർ കുടുംബം യൂണിക്കോൺ ഇവന്റുമായി ചേർന്ന് നടത്തിയ സമന്വയം 2025 അതില്യ കാൾട്ടൺ ഹോട്ടലിൽ വെച്ച് ആഘോഷിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം സെക്രട്ടറി വർഗീസ് കാരക്കൽ, ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി ജനറൽ സെക്രട്ടറി KT സലീം,
പ്രവാസി ലീഗൽ സെൽ പ്രസിഡന്റ് സുധീർ തിരുനിലത്ത്, ബഹ്റൈൻ KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ, സാമൂഹിക പ്രവർത്തകരായ സയ്യിദ് ഹനീഫ, അമിൽദേവ് എന്നിവർ ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. BTK 2025 പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ചടങ്ങിൽ വെച്ച് നടന്നു. ഒട്ടനവധി കലാപരിപാടികളും മെന്റലിസം, മാജിക് ഷോ കൂടാതെ തരംഗ്, പിങ്ക് ബാങ്ക് എന്നീ ടീമുകൾ അവതരിപ്പിച്ച സംഗീത നിശയും പരിപാടിക്ക് മാറ്റുകൂട്ടി. പ്രശസ്ത പോപ്പ് ഗായകൻ മിച്ച് റോസിന്റെ പ്രകടനം കാണികൾക്ക് വേറിട്ടൊരു അനുഭൂതി നൽകി. SKSSF സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തളയ്ക്ക് SKSSF ബഹ്റൈൻ കമ്മിറ്റിയുടെ സ്നേഹോപഹാരം സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ സയ്യിദ് പൂക്കോയ തങ്ങൾ നൽകി. ചടങ്ങിൽ വിവിധ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായി മാറുകയാണ് CSR ഫണ്ടിന്റെ പേരിൽ നടന്ന തട്ടിപ്പ്. കോടികളാണ് പ്രതി അനന്തകൃഷ്ണൻ തട്ടിയത്. പ്രതി അനന്തകൃഷ്ണൻ 500 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക വിവരം. പകുതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയത്. സംസ്ഥാനത്തുടനീളം നിരവധി പേരാണ് തട്ടിപ്പിനിരയായത്. തട്ടിപ്പ് പുറത്തായതോടെ പരാതികളുടെ കൂമ്പാരമാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അനന്തകൃഷ്ണനെതിരെ എത്തിയത്. തൊടുപുഴ സ്വദേശി അനന്തകൃഷ്ണനാണ് സന്നദ്ധ കൂട്ടായ്മ രൂപീകരിച്ച് പദ്ധതിയുമായി രംഗത്തെത്തിയത്. പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ വഴിയായിരുന്നു അനന്തകൃഷ്ണൻ പണസമാഹരണം നടത്തിയത്. സംസ്ഥാനത്തെമ്പാടും 62 സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചിരുന്നു. സ്ത്രീകളുടെ സ്വാശ്രയ ഗ്രൂപ്പുകളാണ് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ. തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് എന്നിവയും വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിൽ ആദ്യം ചിലർക്ക് ലഭിച്ചു. സംസ്ഥാനത്തുടനീളം വിപുലമായ മേളകൾ സംഘടിപ്പിച്ച് വിശ്വാസ്യത നേടിയെടുത്തത്. ഈ വിശ്വാസം പ്രയോജനപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. കോഴിക്കോട് അരയടത്ത് പാലത്തെ ബസ് അപകടത്തിൽ ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. കൊമ്മേരി അനന്തൻ ബസാർ സ്വദേശി മുഹമ്മദ് സാനിഹാണ് മരിച്ചത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അമിത വേഗത്തിൽ വന്ന ബസ് മറിഞ്ഞായിരുന്നു അപകടം. സാനിഹിന്റെ ബൈക്കിന് മുകളിലേക്കായിരുന്നു ബസ് മറിഞ്ഞത്. എൻഫോഴ്സ്മെന്റ് RTO പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഗതാഗത വകുപ്പിന് സമർപ്പിച്ചു. അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടമായി എന്നാണ് കണ്ടെത്തൽ. അതേസമയം അപകടത്തിന് പിന്നാലെ ബസ് ഡ്രൈവർ ഒളിവിൽ പോയി. ബസ് ഡ്രൈവർക്ക് എതിരെ മെഡിക്കൽ കോളേജ് പോലീസ് എടുത്ത കേസിൽ അന്വേഷണം തുടർന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ ഗോകുലം മാൾ ഓവർബ്രിഡ്ജിന് സമീപത്തായിരുന്നു അപകടം. ബൈക്കിൽ തട്ടി നിയന്ത്രണം വിട്ട ബസ് തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ 50-ലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.